നമുക്കറിയാവുന്നതുപോലെ ഓഗസ്റ്റ് 22-ാം തീയതിയാണ് 11 മണിക്കാണ് നമ്മുടെ നെഹ്റു ട്രോഫി ബോട്ട് റേസ് ആരംഭിക്കുന്നത്. 2 മണിക്കാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ഇത്തവണ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതുകൂടാതെ കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹവും പങ്കെടുക്കുന്നു. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം കർണാടക മുഖ്യമന്ത്രി ശിവകുമാർ സാറും നമ്മുടെ ഈ പറഞ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ മറ്റ് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആഭ്യന്തരമന്ത്രി, ലിജു മിനിസ്റ്റർ, അതുപോലെ ടൂറിസം മിനിസ്റ്റർ, അതുപോലെ മുൻ മിനിസ്റ്റർമാർ പങ്കെടുക്കുന്നുണ്ട്. ഇവിടുത്തെ 2 എംപിമാരും, കെ സി വേണുഗോപാൽ MP, അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് MP, നമ്മുടെ ജില്ലയുടെ എല്ലാ MLA മാരും, ജില്ലയിലുള്ള ഷാനിമുർ ഉസ്മാൻ പോലെയുള്ള ഡെപ്യൂട്ടി സ്പീക്കർ, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന എല്ലാ MLA-മാരും MP-മാരും പങ്കെടുത്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധങ്ങളായ കമ്മിറ്റികളുടെ പ്രവർത്തനം കൃത്യമായി നടന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. VVIPs യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ലേക്ക് പാലസിന്റെ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ മാളിയേക്കൽ ജെട്ടിയിൽ നിന്നാണ് നമ്മൾ ഈ പ്ലാറ്റിനം കാറ്റഗറിയിലുള്ള ടിക്കറ്റ്, അതുപോലെ കോർപ്പറേറ്റ് ടിക്കറ്റുകളുടെയും ടിക്കറ്റ് ഹോൾഡേഴ്സിനെ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടിക്കറ്റ് വിൽപ്പന ഒരു വർഷത്തെ മറ്റേത് വർഷത്തെക്കാട്ടിലും വലിയ റെസ്പോൺസ് ആണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞതുകൊണ്ട് 25,000 3,000 തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 1700-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുന്നത്. ഏകദേശം 16 സെക്ടറുകളായിട്ട് 22 DYSP-മാരുടെ 45-ഓളം ഇൻസ്പെക്ടർമാരുടെയും കീഴിൽ 1700-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 50-ഓളം ബോട്ടുകളിലായിട്ടും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഈ മത്സരങ്ങളുടെ മറ്റ് കൺട്രോളിങ്ങിനൊക്കെ ആയിട്ട് 50-ഓളം ബോട്ടുകളിൽ പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഉണ്ടാവുന്നതാണ്. അതുകൂടാതെ നഗരത്തിലും മറ്റ് ഈ പുന്നമടക്കായലിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഷാഡോ പോലീസിനെ കൂടെ നമ്മൾ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ചെയിൻ സ്നാച്ചിങ് പോലത്തെ സംഭവങ്ങളും മറ്റ് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇടപെടാനും ഒക്കെ ആയിട്ട് ഷാഡോ പോലീസിനെ കൂടെ ഇപ്രാവശ്യം വിന്യസിക്കുന്നതാണ്. ഈ ഓൾറെഡി കലക്ടർ സൂചിപ്പിച്ച പോലെ ഈ നിയമാവലി കൃത്യമായിട്ട് എല്ലാവരും പാലിക്കേണ്ടതാണ്. അതനുസരിക്കാത്ത ആൾക്കാർക്കെതിരെയും അതുപോലെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെയും കൃത്യമായിട്ടുള്ള ലീഗൽ ആക്ഷൻ, നിയമപരമായിട്ടുള്ള ആക്ഷൻ തന്നെ പോലീസ് സ്വീകരിക്കുന്നതാണ്. പരിപാടികളാണ്. ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബോണസ് 25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വലിയ 15 ലക്ഷത്തിലേക്ക് 1ാം സമ്മാനവും അതുപോലെ 2ാം സമ്മാനം 20 ലക്ഷം. ഈ കമ്മിറ്റികളിൽ പറയുന്നത് പോലെ മത്സരം തീവാറും വേണ്ടിയിട്ട് ഇത്തവണത്തെ പ്രധാന സ്പോൺസറായിട്ട് വന്നിട്ടുണ്ട്